എന്താണ് ഇഷ്യൂ? ഇവിടെ റൂം ഒന്നായിട്ട് എന്റെ മുടിയാണല്ലോ. എന്താണ് മുടി? ഒന്ന് കാണിച്ചു. ഇതാ ഈ ബെഡിൽ നിലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു 2 മാസം മുമ്പ് വരെ ഞാൻ നിന്നോട് പറഞ്ഞത് അല്ലേ? എന്നാൽ ഇപ്പൊ അത് മാറിക്കഴിഞ്ഞു. എന്താണ് സംഭവം? ആയുർവിഷൻ ഹെർബൽ ഹെയർ ഓയിൽ. നമ്മുടെ ആയുർവിഷൻ ഹെർബൽ ഹെയർ ഓയിൽ ആണ് അതിന് കാരണം. നമ്മുടെ ഐശുവിനാവട്ടെ അമ്പിക്കുട്ടിക്ക് സാധാരണ ചെറിയ മക്കൾക്ക് മുടി വളരാൻ ഇങ്ങനത്തെ മുടിക്ക് ഉള്ളുണ്ടാവാനൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ഐശു നമ്മുടെ അമ്പിക്കുട്ടിക്ക് ചെമ്പരത്തിയാതി എണ്ണ ഇങ്ങനെ യൂസ് ചെയ്ത് നിൽക്കണം എന്ന് പറയുന്ന സമയത്താണ് ഐശു കാലങ്ങളോളായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ പ്രസവം കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ വന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കിടയിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കഠിനമായിട്ടുള്ള ഡാൻഡ്രഫ്, അതുപോലെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഉറക്കക്കുറവ്. അല്ലേ ഈശോ? ഉറക്കക്കുറവിന് അടിപൊളിയാണ്. അതെ, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നം പല ആളുകളും അനുഭവിക്കുന്നുണ്ട്. അപ്പോ അതിനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ അത് എങ്ങനെ നമ്മൾ കണ്ടെത്തിയതെന്ന് വെച്ചാൽ, ഒന്നാമത് ആ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, ആയുർവേദ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐശുവിന് ഒരുപാട് ഈ ആയുർവേദക്കാട് സുലഭമായിട്ടുള്ള ഒരുപാട് എണ്ണകൾ ഐശു ഉപയോഗിച്ചിട്ടുണ്ട്, പലതരം. അത് പോരാഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓരോ പരസ്യങ്ങൾ വിളിക്കാട്ട് കൊടുക്കും, ഈ എണ്ണ ഒരുപാട് റിസർച്ച് ഉണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് എണ്ണ യൂസ് ചെയ്തു. ഒരുപാട് എണ്ണ അത് ഒരു ബോട്ടിലൊന്നല്ല, ഒരു ഓയിൽ തന്നെ ഒരു ബോട്ടിലോട് ഒരിക്കലും റിസൾട്ട് കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അടുത്തൊരു ഓയിൽ യൂസ് ചെയ്ത് 6-7 ബോട്ടിലെറ്റ് യൂസ് ചെയ്തല്ലേ. അപ്പൊ അവസാനം യൂസ് ചെയ്തൊരു ഓയില് 6-7 ബോട്ടിലെറ്റ് യൂസ് ചെയ്തത്. അങ്ങനെ 6-7 ബോട്ടിലെന്തോ. അതെ, അപ്പൊ അതിന്മേലും ഐശുവിന് റിസൾട്ട് ഇല്ല. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്ന അത് റിസൾട്ട് ഉണ്ട്. ഫസ്റ്റത്തെ ഒരു ബോട്ടിൽ ഉപയോഗിച്ചപ്പോ അത് കുറച്ച് റിസൾട്ട് ഇനി വാങ്ങാം. അപ്പൊ പിന്നെ വാങ്ങി, പിന്നെ ഞാൻ യൂസ് ചെയ്തപ്പോ പിന്നെ യൂസ് ചെയ്തപ്പോഴും കുറച്ചതായിട്ട് റിസൾട്ട് തോന്നി. പിന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു റിസൾട്ടും ഇല്ല. ആ ഫസ്റ്റത്തെ യൂസ് ചെയ്തപ്പോൾ ചെറിയ റിസൾട്ട് ചെറിയ റിസൾട്ട് കിട്ടി. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയില്ല എന്നാണ് പറയുന്നത് അല്ലേ? അതുപോലെ അതേപോലെ ഒരുപാട് വലിയ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതുപോലെ നമ്മളെ അയ്മക്കുട്ടിക്ക് ഒരുപാട് ചൂടാക്കിയാണല്ലോ വേറെ, അത് ചൂടാക്കാത്ത വേറെ, തണുപ്പിച്ചുകൊണ്ട് വേറെ, ഒരുപാട്. അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു ആശയം വരുന്നത്. അതായത് നമ്മുടെ എന്താ പറയാ ആശയല്ല. അപ്പൊ ഇക്കാരണം ഞാൻ ചോദിച്ചോടെയാണ് സെർച്ച് ചെയ്യട്ടെ, ഞാൻ നിങ്ങൾക്ക് അറിയുന്ന വൈദ്യന്മാരും ഡോക്ടർമാരൊക്കെ. അപ്പോ നമ്മുടെ ഫീൽഡിലുള്ള നമുക്ക് നല്ല ഒരുപാട് കാലങ്ങളോളായിട്ട് പരിചയമുള്ള ഈ ഫീൽഡിലുള്ള നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മുടെ വൈദ്യര്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, ഇവരുടെയൊക്കെ സഹായത്താൽ നമ്മുടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആയുർവിഷൻ ഹെർബൽ ഹെയർ ഓയിൽ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വൈദ്യന്മാര്, ഡോക്ടേഴ്സ്, ഇവരൊക്കെ പല നല്ല നല്ല ഇൻഗ്രീഡിയൻസുകളൊക്കെ പറഞ്ഞ് ഇവരൊക്കെ ഹെൽപ്പിങ്ങോട് കൂടി നല്ലൊരു ഹെർബൽ ഹെയർ ഓയിൽ നമ്മുടെ ഐശുവിന് ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഐശു യൂസ് ചെയ്യാണ്. ഐശു 1 മാസം 1.5 മാസമൊക്കെ യൂസ് ചെയ്തപ്പോ തന്നെ നല്ല കിടിലൻ റിസൾട്ട് ഐശുവിന് കിട്ടുകയാണ്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നത് എപ്പോ വരികയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് റൂമിലേക്ക് കാര്യം വരും, ദേഷ്യം പിടിക്കണം. ഇപ്പൊ ആ പ്രശ്നമില്ല, റൂം ക്ലിയറാ. മറ്റെന്താണോ നമ്മൾ ചീകുന്ന ചീർപ്പുമലും ബെഡിലും അകത്തും ഒക്കെ മുടിയാണ്. ഇത് ക്ലീൻ ആക്കാൻ സത്യമാണ്. ഇപ്പൊ ആ പ്രശ്നമില്ല. താരന്റെ മുടി വെച്ചിട്ടോ ക്ലിയർ ആയി ഐശു. അപ്പൊ കുറച്ച് മാസങ്ങളോളായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ക്ലിയർ ആയി, നല്ല റിസൾട്ട് ആണ്. മാത്രല്ല ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം യൂസ് ചെയ്ത് അയ്മക്കുട്ടിക്ക് നല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടി. പിന്നെ അതിന് ഏറ്റവും വലിയ റിസൾട്ട് അതാണ്. നല്ല മുടി എനിക്ക് 1-2 അതായത് അല്ല കറുപ്പ് കിട്ടാനേ, മുടിക്ക് കറുപ്പ് കിട്ടാൻ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 1-2 ആഴ്ച യൂസ് ചെയ്തപ്പോ തന്നെ മുടി നല്ല രീതിയിൽ കറുത്തുണ്ട് വന്ന്. അമ്മിക്കുട്ടിക്ക് മാത്രമല്ല നമ്മൾ വേറെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടി. ശേഷമാണ് ഞങ്ങൾ ഓൺലൈൻ ആയിട്ട് അല്ല അതിന് മുമ്പ് നമ്മൾ ഷോപ്പുകളിൽ സെയിൽ ചെയ്യാൻ തുടങ്ങി അല്ലേ? ഷോപ്പുകളിൽ കൊടുത്ത് പിന്നെ ഷോപ്പിന്റെ കാര്യം ഞാൻ ഷോപ്പിലായിരുന്നു, ഷോപ്പിന്റെ കാര്യം വിട്ടുപോകാന്. അപ്പോ അതിനുശേഷം നമ്മള് ഇതിൽ കൊടുത്ത് ഷോപ്പുകളിലായിട്ട് കൊടുക്കുന്നില്ല, നമ്മുടെ ഷോപ്പുകളിലേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഓൺലൈൻ ആയിട്ട് കൊടുക്കൽ തുടങ്ങി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നല്ല കിഡു റിസൾട്ടാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറയാണ്, നമ്മളോട് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ചേച്ചിയാണ് പറഞ്ഞത്, ഉറക്കക്കുറവ് നല്ല പ്രശ്നം, നല്ല റിസൾട്ടാണ്. മാത്രല്ല മോനെ, ഇനി എനിക്ക് നിരയുണ്ട്, അതിൽ നിന്ന് രക്ഷ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മുടെ വയൽമേൽ തന്നെ നിങ്ങൾക്ക് നിരക്ക് മാറ്റം കിട്ടും. പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, പക്ഷെ പ്രായമുള്ള ആളാണ്. അപ്പോൾ അകാല നിരക്ക് നല്ല റിസൾട്ടാണ് നമ്മുടെ ഓയില്. അപ്പോൾ അതിന്റെ കൂടെ ഒരു ടിപ്സും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് പറയേണ്ടിയാണ്. ചേച്ചി ഓർഡർ ചെയ്ത് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ നിര ഏതായാലും നമ്മൾ മാറ്റിയെടുക്കും. ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുന്ന ഉറക്കക്കുറവിന് ബെസ്റ്റ് റിസൾട്ടാണ്. അതുപോലെ താരൻ, മുടി കൊഴിച്ചിൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കിടിലൻ റിസൾട്ട് ആണ് നമ്മുടെ ആയുർവിഷൻ ഹെർബൽ ഹെയർ ഓയിൽ. അത് ഉപയോഗിക്കുന്ന ആളാണ് ക്യാമറ പിടിക്കുന്നത്. നല്ല കോൺഫിഡൻസ് ആണ് പാക്ക്. ഞാൻ ഇപ്പൊ ആരോട് എന്നോട് എന്ത് മുടി വെച്ചാലും ഇത് യൂസ് ചെയ്ത് നോക്കാം, എനിക്ക് ഉറപ്പ്. എന്റെ ഫ്രണ്ട്സിന് എത്ര ആൾക്കാർ ഞാൻ പറഞ്ഞു തന്നോ. നമ്മളെ ഇപ്പോ നമ്മുടെ പരിചയത്തിലാവട്ടെ, ഓൺലൈൻ ആവട്ടെ, ഷോപ്പിലാവട്ടെ, നല്ല സെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും യൂസ് ചെയ്യാം. അപ്പോ പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെറും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരാനല്ല ഉദ്ദേശിക്കുന്നത്.
സംശയം പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം എപ്പം തോന്നിയാലും ചോദിക്കാം അല്ലേ? ഒപ്പം ചോദിക്കാം മീൻ രാത്രി പാതിരാത്രി വിളിച്ച് ചോദിക്കരുത്. ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണോ? ഇപ്പൊ ഞാൻ ഏതായാലും അതിപ്പോ ഞങ്ങള് അയച്ചു കൊടുക്കാനുള്ള ഒരുപാട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ബോട്ടിലാണ്. ഐശ്വര്യ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബോട്ടിലാണ്. അപ്പൊ അതിന് കുറച്ചെടുത്തിട്ട് ഇപ്പൊ ഞാൻ കുടിക്കാൻ പോകാൻ നിൽക്കുകയാണ്. ഇതിപ്പോ ഇങ്ങനെ അല്ലട്ടോ, പക്ഷെ ഇക്ക സംഭവം യൂസ് ചെയ്യാനില്ല കേട്ടോ. ഇത് സംഭവം നമ്മൾ തലയിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെച്ചിരിക്കണം. അപ്പൊ ഇക്കാക്കല്ലേ ഞാൻ എണീക്കൽ തന്നെ കടയിലേക്ക് പോവാൻ നേരത്തെ പിന്നെ അതിനുള്ള ടൈം കിട്ടൂല. അതെ, എല്ലാവർക്കും ഉപയോഗിക്കാം. അതായത് ആണെന്നോ പെണ്ണെന്നോ കുട്ടികളെന്നോ ചമ്പരിക്കാനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. മുടിക്ക് കറുപ്പ് കിട്ടാൻ. കാരണം ഇതിൽ ഒരു കെമിക്കലും ഇല്ല. അതായത് ഫുള്ള് നമ്മൾ പറിച്ചെടുക്കുന്നതാണ്. അത്രല്ല, പക്ക 100%. ഇപ്പോഴത്തെ നാളികേരത്തിന്റെ വിലക്ക്, വെളിച്ചെണ്ണന്റെ വിലക്ക് നിങ്ങൾക്ക് അറിയില്ലേ, 100% ക്ലിയർ കോക്കനട്ട് ഓയിലാണ് ഇതിൽ ചേർക്കുന്നത്. അതായത് ഒരിക്കലും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയ കോക്കനട്ട് ഓയിൽ അല്ല യൂസ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള തേങ്ങ ഇട്ട് ആട്ടി അതെ ഉണക്കി ആട്ടിയാണുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. നീലയമരി. പിന്നെ ഇനിയിപ്പോ ഈ പച്ചമരുന്നുകൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുകയല്ല ചെയ്യുന്നത്. ഫുള്ള് നമ്മൾ പോയി പറിച്ചെടുക്കുക, അതേ സ്ഥലത്ത് പോയി പറിച്ചെടുക്കുക. ഒരുപാട് ഇൻഗ്രീഡിയന്റുകൾ ഉണ്ട്. അമ്ല, അലോവേര അങ്ങനെ തുടങ്ങി ഒരുപാട് ഇൻഗ്രീഡിയന്റുകൾ ചേർത്തിട്ടാണ് നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ശുദ്ധമായിട്ട് കൊണ്ട് വെളിച്ചെണ്ണ, പാല് ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള നല്ല കിടിലൻ സ്മെല്ലാണ് നമ്മുടെ ഓയിൽ. നിങ്ങൾക്ക് തോന്നും റേറ്റ് കൂടുതലാണെന്നൊക്കെ തോന്നും. റേറ്റ് കൂടുതൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചു ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാവും കൂടുതലുണ്ടെന്ന്. ഇപ്പത്തെ മറ്റുള്ള ഓൺലൈൻ ആകട്ടെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഓയിലുകളുടെ വില വെച്ച് നോക്കുമ്പോൾ ഒരു വട്ടം ഉപയോഗിക്കുമ്പോൾ ഇത് കൂടുതലുണ്ടോ ഇല്ലാന്ന്. നമ്മുടെ ഇൻഗ്രീഡിയന്റ് ഒക്കെ സംഭവം എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമുക്ക് ഒരു നിലക്ക് റേറ്റ് കുറക്കാൻ ഇൻഗ്രീഡിയന്റ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ട് നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത് നല്ല റിസൾട്ടും. കാരണം ആയുർവേദത്തിൽ നല്ല നല്ല ഒരുപാട് ഇൻഗ്രീഡിയന്റ്. പിന്നെ ഇപ്പത്തെ കാലത്ത് നോക്കുമ്പോൾ ആയുർവേദത്തിൽ കുറെ ഇൻഗ്രീഡിയന്റ് കുറെ പച്ചമരുന്ന് കിട്ടാനില്ല. അതൊക്കെ നല്ല എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഇതിൽ ഓയിൽ ഉണ്ടാക്കുന്നതിൽ ഒരു അംശം പോലും ഞങ്ങൾ ഒന്ന് പിസ്കത്തരം കാണിക്കുന്നില്ല. അതിന്റെ ഇൻഗ്രീഡിയന്റ് കിട്ടി പക്ക അത് അതിന്റേതായിട്ടുള്ള രീതിയിൽ മാത്രമാണ്. നല്ല റൈറ്റുള്ള ഇൻഗ്രീഡിയന്റുകളൊക്കെ ചേർക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോ പക്ക ക്ലിയർ 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെർബൽ ഹെയർ ഓയിൽ ആണ് നമ്മുടെ ആയുർവേഷൻ ഹെർബൽ ഹെയർ ഓയിൽ. അപ്പോൾ ഇതൊന്നും നമ്മുടെ യൂട്യൂബിലൂടെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ താടിയിലും യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെർബൽ ഹെയർ ഓയിൽ. അപ്പോൾ ഇനി ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വേണം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആരെങ്കിലും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും ഒരുപാട് ആളുകൾ മുടികൊഴിച്ചിലായ താരന് ഉറക്കക്കുറവ് ഈ പ്രശ്നക്കാർ ജസ്റ്റ് ഒരു ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്താൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരു ബോട്ടിൽ. ഇനി ബോട്ടിലെ റേറ്റ് പറഞ്ഞുതരാം. റേറ്റ് പറഞ്ഞില്ല എന്ന് പറയണ്ട. കമന്റിലൂടെ റേറ്റ് 595 രൂപയാണ്. വിത്ത് കൊറിയർ ചാർജ് അടക്കം 595 രൂപയാണ് വരുന്നത്. ഇപ്പൊ ഓൺലൈൻ ആയിട്ടുള്ള ഓയിലുകളൊന്നും അതൊന്നുമല്ല റേറ്റ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു തവണ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് റേറ്റ് കൂടുതലുണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ഞങ്ങൾ മാക്സിമം എമൗണ്ട് കുറച്ച് കൊടുക്കാൻ നോക്കിയാണ്. ഒരു നിലക്കും കഴിയുന്നില്ല. അത്രത്തോളം റേറ്റ് ആണ് ഇൻഗ്രീഡിയൻസിന് വരുന്നത്. ഇതിൽ അലോവേര, നീലാമരി, മൈലാഞ്ചി ഇതിനൊക്കെ റേറ്റ് കുറവുള്ളൂ. ബാക്കി ചില കണ്ടന്റുകൾക്കൊക്കെ നല്ല റേറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. ഓക്കെ ബൈ. ഇനി ഞാൻ ഒരു 20 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് കുടിക്കാൻ നോക്കട്ടെ. ഓക്കെ, ഇതിന്റെ സ്മെല്ല് സ്മെല്ല് കിട്ടുവാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഐസി ഓയിൽ ഇട്ടിട്ടാണ് കുളിക്കലല്ലേ. അപ്പൊ കുളി കഴിഞ്ഞാലും പിന്നെ ലൈറ്റ് ആയിട്ട് ഇതിന്റെ സ്മെല്ല് സോപ്പ് നമ്മൾ യൂസ് ചെയ്യാത്തോണ്ട്, കാരണം സോപ്പ് ഒന്നും യൂസ് ചെയ്യാം, താളിപ്പൊടി മാത്രം യൂസ് ചെയ്യാം തലയിൽ. യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്താൽ എണ്ണ നല്ല തലേന്ന് പോട്ടെ, നല്ല വീര്യം കൂടി സോപ്പാണ് നല്ല അതിൽ നല്ല വീര്യം കൂടി ഷാമ്പു എടുത്ത് നല്ലോണം പതപ്പിക്കും. അതുകൊണ്ട് ഒരു കാര്യമില്ല. നല്ല താളിപ്പൊടി താളിപ്പൊടി കൊണ്ട് തന്നെ പോകും. ചെറുപയർപ്പൊടി യൂസ് ചെയ്യണം ഞാൻ അത്ര യോജിക്കുന്നില്ല. ചെറുപയർപ്പൊടി യൂസ് ചെയ്യാം, ആളുകൾക്കാണ് കൂടുതൽ. അല്ല, ചെറുപയർപ്പൊടി തലേന്ന് ശരിക്കും കേക്ക് കളയാൻ പറ്റുന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ കേക്ക് കളഞ്ഞിട്ടില്ലെങ്കിൽ താരം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോ നല്ല നാച്ചുറൽ ആയിട്ട് ചെമ്പരത്തിത്താളി അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. മതിയല്ലോ. ഈ ഉറക്കക്കുറവൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറുപയർപ്പൊടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നല്ല ആയുർവേദിക്ക് നല്ല വീര്യം കുറഞ്ഞ ഷാമ്പു യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ വാങ്ങി ഉപയോഗിക്കാം. ഈ നല്ല ആയുർവേദ സോപ്പുകളും കിട്ടും, വീര്യം കുറഞ്ഞ നല്ല ആയുർവേദ സോപ്പുകളും കിട്ടും. അങ്ങനെ യൂസ് ചെയ്യാം. വീര്യം കൂടിയ കെമിക്കലുള്ള സോപ്പ് ഒരിക്കലും ഉപയോഗിക്കരുത്. അതാണ് പറയുന്നത്. ഈ സോപ്പ് വീട്ടിലുണ്ടാക്കി യൂസ് ചെയ്യാൻ ചെയ്തോളൂ. അതെ, ഓയിൽ ഉപയോഗിച്ച് 20 മിനിറ്റ് തലയിൽ നിർത്തി അതിനുശേഷം കുളി കഴിഞ്ഞ്. അപ്പോൾ അത് കുളി കഴിഞ്ഞപ്പം തലക്ക് ഒരു പ്രത്യേക തരം തണുപ്പ്, ഒരു ഉണർവ്. അപ്പൊ ഞാൻ അങ്ങനെ ഐശ്വര്യനോട് പറയാണ്, പക്ഷെ എനിക്ക് എന്നും നിന്നെ പോലെ എനിക്കിത് ഉപയോഗിച്ചിട്ട് കുളിച്ചാൽ മതിയല്ലേ പറഞ്ഞിട്ട് എന്ത് കാര്യം. 8:30 ഷോപ്പിലേക്ക് പോകാനുള്ളതിന് 8:20 എണീക്കൽ ചില സമയത്ത്. അപ്പൊ ആവശ്യം കിട്ടിയതിനെ ചോദിച്ചു കുളിക്കലൊക്കെ തുടങ്ങി.
അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഹെർബൽ ഹെയർ ഓയിൽ. അപ്പോൾ മറ്റേ ഹോട്ടൽ ഐസ് ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ബോട്ടിൽ നിന്നാണ് ഞാൻ തലയിലിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആയുർവേഷൻ ഹെർബൽ ഹെയർ ഓയിൽ തന്നെ. അപ്പോൾ ഒരുപാട് നല്ല ആളുകളിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ട് ഓൺലൈനായിട്ട് വാങ്ങുന്നവരെയും ഓഫ്ലൈൻ ആയിട്ട് വാങ്ങുന്നവരെയും ഒരുപാട് ആളുകളിൽ നിന്ന് നല്ല നല്ല റിസൾട്ടും ഒരുപാട് ഓർഡറുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുക, നല്ലൊരു രീതിയിലൊരു വീഡിയോ ഇടാൻ ആവശ്യമായിട്ട് ഞങ്ങളെ ഡിസ്കസ് ചെയ്തപ്പോൾ പെട്ടെന്ന് എടുക്കലുണ്ടായതാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ആയുർവേഷൻ ഹെർബൽ ഹെയർ ഓയിൽ ഈ പ്രശ്നങ്ങൾ മുടികൊഴിച്ചിൽ, താരന്, ഉറക്കക്കുറവ്, ആകാലനര അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും, തീർച്ചയായിട്ടും ഉപകരിക്കും. ഈ കാണുന്ന നിങ്ങൾക്ക് ഈ പ്രശ്നമില്ലെങ്കിൽ ഉപകരിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ആയുർവേഷനിലൂടെ മറ്റു രണ്ടങ്ങളുമായി വീണ്ടും സോറി നമ്മുടെ ആയുർവേഷൻ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നമുക്ക് വീണ്ടും കാണാം അല്ലേ കുട്ടി? ഓക്കെ ബൈ.